യൂറോപ്യൻ രാജ്യങ്ങളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. സ്പെയിൻ, ഫ്രാൻസ്, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ട് ദൈനംദിന ജീവിതം തകരാറിലായത്. പൊതുഗതാഗതം സ്തംഭിക്കുകയും ഗതാഗതക്കുരുക്കിന് കാരണമാവുകയും ചെയ്തു. ചില വിമാന സർവീസുകളും വൈകി. വൈദ്യുതി തടസ്സപ്പെടാനുള്ള കാരണം അന്വേഷിച്ചു വരികയാണ്. വൈദ്യുതി തടസ്സത്തെ തുടർന്ന് സ്പാനിഷ്, പോർച്ചുഗീസ് സർക്കാരുകൾ അടിയന്തര മന്ത്രിസഭായോഗം വിളിച്ചു. വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളെയാണ് പ്രധാനമായും വൈദ്യുതി തടസ്സം ബാധിച്ചത്. വൈദ്യുതി തടസ്സം നേരിട്ടതോടെ മാഡ്രിഡ് നഗരത്തിൽ ഗതാഗതക്കുരുക്കായി. പോർച്ചുഗലിലും സ്ഥിതി അതുതന്നെ. പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിലും പോർട്ടോ നഗരത്തിലും മെട്രോ സർവീസ് നിലച്ചു. ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. സ്പെയിനിലും ട്രെയിൻ സർവീസുകൾ മുടങ്ങി. സ്പെയിനിൽ 6 മുതൽ 10 മണിക്കൂറിനുള്ളിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. സ്പെയിൻ, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിൽ വൈദ്യുതി തടസ്സപ്പെടാനുണ്ടായ കാരണം കണ്ടെത്തിയിട്ടില്ല. തെക്കുകിഴക്കൻ ഫ്രാൻസിലെ അലാറിക് മലനിരകളിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് പവർ കേബിൾ തകർന്നതാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെടാൻ കാരണമെന്നും റിപ്പോർട്ടുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.